വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പം നമ്മൾ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇങ്ങനെ രാവിലെ കഴിഞ്ഞ് കുടുംബത്തിലുള്ള ദിവസം എന്താ ചേട്ടാ ഒരാൾക്ക് തല വേദനിക്കാതെ നേരത്തെ എത്ര കഴിച്ചിട്ടുണ്ട്? 6 മണി. കൂട്ടാനും കുറയ്ക്കാനും ഇല്ല, കൂട്ടാനും കുറയ്ക്കാനൊന്നുമില്ല. 6 മണിക്ക് എന്നെ വിളിക്കാൻ എന്നോട് ഉറക്കം മതിയില്ലെങ്കിൽ പിന്നെ ഉണ്ണിക്കല്ല മൈഗ്രൈൻ്റെ തലവേദന എന്നൊക്കെ എടുക്കും. കാര്യങ്ങൾ പറയണ്ടേ, പണിയെടുപ്പിക്കാന്നല്ല കേട്ടോ. കാര്യങ്ങൾ പറയുന്നുണ്ട്. പെരുന്നാളല്ലേ നമ്മുടെ നാട്ടിൽ പെരുന്നാളാണ്. അപ്പം പെരുന്നാളെന്ന് പറഞ്ഞാൽ നമ്മൾ പൂരത്തിനേക്കാൾ കൂടുതൽ നമ്മൾ ആഘോഷിക്കുക പെരുന്നാളല്ലേ. അതെ, പൂരം പിന്നെ അങ്ങനെ പോയില്ലോ. പൂരം എങ്ങനെ പോയി? അവിടുന്ന് അങ്ങനെ അങ്ങോട്ട് പോയി. എങ്ങോട്ട് ഉദ്ദേശിക്കുന്നത്? ഇനി ബാത്റൂം കഴുകണം. അത് ഞാൻ കഴിക്കുന്നു. നോ നോ എന്ന് പറയണ്ട. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുളിക്കാൻ. അപ്പൊ ഞാനോ? അപ്പൊ ഞാൻ കുളിച്ചിട്ടില്ല. നിങ്ങൾ കുളിക്കാറ്? കഴുകി കഴിഞ്ഞ് ഞാൻ കുളിക്കാൻ നേരത്തെ ഉണ്ണിനെ വിളിക്കാം. അത് ഞാൻ കഴിക്കൊണ്ടെന്ന്. അപ്പൊ അങ്ങനെ അപ്പൊ ഇനി ചോറ് തിളപ്പിച്ച് വിട്ടേച്ചിട്ട് തിളപ്പിച്ച് വിട്ടേച്ചിട്ട് പിന്നെ മീൻകറി ഇന്നലെ മിളകും. ഇന്നലെ ഞാൻ ചാവക്കാട് പോയിട്ട് മീൻ മേടിച്ചു വന്നിട്ട് മറ്റേ കിട്ടിയത് വേറെ ഒന്നും കിട്ടിയില്ല. മറ്റേ കിട്ടി. അതിൻ്റെ പകുതി വറക്കാൻ വെച്ചു. നമ്മൾ ഈ തലയും പിന്നെ ഇവിടെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ ചിന്തിച്ചു എൻ്റെ തല ഓടല് കാര്യങ്ങൾ അങ്ങനത്തെ പീസുകളൊക്കെ എടുത്തിട്ട് കറി വെച്ചിട്ടാണ്. നല്ല നല്ല കുറച്ച് പീസുകൾ എടുത്ത് വറക്കാൻ 2 ഡപ്പയിലാക്കി മസാല പറ്റിയ ഫ്രിഡ്ജിലേക്ക് വെച്ച് ഒരു ഡപ്പയിൽ തിന്ന് വറക്കാം. പോരാണ്ടായ വേണമെങ്കിൽ വറക്കും, അല്ലെങ്കിൽ നനയ്ക്കണം. അത് വറക്കാന്ന് വെച്ചിട്ട് അങ്ങനെ മസാല പറ്റി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ കൂർക്ക നന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. കൂർക്ക് ഉപ്പേരി ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് എന്താ കറിയൊക്കെ ഉണ്ടാക്കുക വെച്ചാൽ മീൻ കറി, മിളകും മഞ്ഞപ്പൊടിയും ഉപ്പ്, വെളിച്ചെണ്ണ, ഇഞ്ചി, ചുവന്നുള്ളി, തക്കാളി, കുടംപുളി, കുറച്ച് വാളംപുളി പിഴിഞ്ഞതും അത് കൂടി വെറുതെ ഒന്ന് കലക്കി വെച്ചിട്ടുള്ളൂ കേട്ടോ. അതിന് വേറെ ഒന്നും ചേർത്തില്ല. നമുക്ക് ഇങ്ങനെ തന്നെയാണ് കഴിച്ചിരുന്നത്. ഇനി നമുക്ക് അതിന് കുറച്ച് നാളികേരപ്പാലും കാര്യങ്ങളൊക്കെ ചേർത്താണ്ട് അങ്ങനെ കുറച്ച് പണി കൂടി ഉണ്ട്. ഞാൻ മീൻ നോക്കിയിട്ട് വരാം കേട്ടോ. അങ്ങനെ രാവിലത്തെ പെരുന്നാളിൻ്റെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യത്തെ പരിപാടി കുറച്ച് ചോറുണ്ടായിരുന്നു തിളപ്പിച്ച് ചുറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി ഒരു 2 ഗ്ലാസ് അരി അടുപ്പത്തിടാം കേട്ടോ. എന്ന് വെച്ചാൽ ഇന്ന് ചോറ് ചിലപ്പോൾ വല്ലാണ്ട് ചിലവാവില്ല. ബിരിയാണി കൂടി വെക്കണം, കാരണം ചോറിന് അധികം ചിലവുണ്ടാവില്ല കേട്ടോ. അങ്ങനെ 2.5 ഗ്ലാസ് അരി എടുത്ത് അടുപ്പത്ത് വെച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ പുട്ടിനും കുഴച്ച് വെച്ചിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പുട്ടിനും കുഴച്ച് വെച്ചു കേട്ടോ. അപ്പോൾ എന്ന് വെച്ചാൽ അഞ്ഞുവേട്ടൻ ഇന്നും രാവിലെ എനിക്ക് അഞ്ഞുവേട്ടൻ കിട്ടാറുണ്ട്. പക്ഷേ ഇന്ന് രാവിലത്തെ പരിപാടിക്കൊന്നും അഞ്ഞുവേട്ടൻ കിട്ടിയില്ല കേട്ടോ. അഞ്ഞുവേട്ടൻ ഇന്ന് പുറം പണിയായിട്ട് നടക്കലായിരുന്നു പെരുന്നാളായിട്ട്. ഇന്നലെ പിന്നെ രാത്രി ഉറങ്ങാൻ പോകേണ്ടേക്കാൾ മുന്നേ നമ്മുടെ കൂർക്കൊക്കെ നന്നാക്കി വെച്ചിട്ടാണ് നമ്മൾ ഉറങ്ങാൻ പോയത്. കൂർക്കുപ്പേരി വേണമെന്ന് വെച്ചിട്ട് ഇന്നലെ 1 കിലോ കൂർക്ക് മേടിച്ച് നന്നാക്കി ഫ്രിഡ്ജിലല്ല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ 2-3 പ്രാവശ്യം ഇങ്ങനെ നന്നായി തിരുമ്പി കഴുകട്ടെ. ആദ്യം 2 പ്രാവശ്യം നമ്മൾ ആ കടലിലും മണ്ണ് പോയിട്ട് അലമ്പിയിട്ട് എടുത്തോട്ടെ. പിന്നെ നന്നായി തിരുമ്പി കഴുകിയെടുത്തു. ഏകദേശം വെള്ളമൊക്കെ നമ്മുടെ തെളിഞ്ഞു കിട്ടാം. അങ്ങനെ നമ്മൾ കൂർക്കിട്ടു. നമ്മൾ വേവിക്കാതിരിക്കും കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ഒരു തുള്ളി വെള്ളം വെച്ചിട്ട് ഒരൊറ്റ വിസിലിട്ടാൽ, കൂടുതൽ വിസിലടിക്കേണ്ട ആവശ്യമില്ല. ഒരൊറ്റ വിസിലടിച്ചാൽ നമ്മുടെ കൂർക്കപ്പാകും വേവായി കിട്ടും കേട്ടോ. അതിൻ്റെ കൂർക്ക കഴിക്കാൻ വെച്ച നേരം കൂടി ഞാൻ പുട്ടിലേക്കുള്ള നാളികേരം ചേർക്കാൻ വേണ്ടി വന്നതാട്ടോ. അല്ലെങ്കിൽ നാളികേരം ചേരലും കാരണമൊക്കെ അഞ്ഞാട്ടോ. പക്ഷേ എനിക്ക് 2 കുഞ്ഞ് നാളികേരം ആയിരുന്നുണ്ട്. ചേരുക ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ നമ്മൾ നാളികേരം ചേരുന്നതിൻ്റെ അതൊക്കെ കഴുകി വൃത്തിയാക്കി നമ്മൾ നാളികേരം ചേരുക. നാളികേരം ചേരുമ്പോഴേക്ക് ബ്രസ്റ്റിലേക്ക് കുറച്ച് വേദനയും കാര്യങ്ങളൊക്കെ വരാറുണ്ട് കേട്ടോ. കാരണം കുറച്ച് നിർത്തിയിട്ടാണ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിർത്തും. എന്നിട്ടാണ് അങ്ങനെ ചെരുകിയെടുക്കുന്നത്. ഞാനിത് ഫാസ്റ്റ് ചെയ്യുന്നതിനൊക്കെ അറിയാത്ത. അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ടിട്ടായിരുന്നു നാളികേരം കുറച്ച് നേരം നിൽക്കും. അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടായിരുന്നു നമ്മൾ ആ നാളികേരമൊക്കെ ചെരിയെടുത്തിട്ട് പുട്ടിലേക്കുള്ള സത്യം പറഞ്ഞാൽ ഉറക്കം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓട്ടയിട്ടോണ്ടിരിക്കുക. ഫുഡ് അടിച്ച് കഴിഞ്ഞു, വീഡിയോ എഡിറ്റ് ചെയ്യാൻ കിടന്നാട്ടോ. അങ്ങനെ നമ്മൾ പുട്ടുണ്ടാക്കാൻ വേണ്ടി ഇടയിൽ പോയിട്ട് ഞങ്ങൾ ഒരു 3-4 വെളുത്തുള്ളി നന്നാക്കി, കുറച്ച് ചുവന്നുള്ളി നന്നാക്കി കൊടുത്തിട്ട് അതിൻ്റെ ഇടയിൽ പുട്ടുണ്ടാക്കാൻ നിൽക്കണം. ഇപ്പം ഇനി പുട്ടുണ്ടാക്കാൻ പോകണുള്ളൂ. കൂർക്ക് വന്നിട്ട് കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി കൊടുത്തു കേട്ടോ. അങ്ങനെ കുക്കർ ഒഴിവാക്കിയിട്ട് കുക്കർ നമ്മൾ അടുപ്പത്തേക്ക് വെച്ച് പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ.
പിന്നെ നമ്മുടെ അടുത്ത പരിപാടി എന്താ വെച്ചാൽ നമുക്ക് ബീഫും ചിക്കനും ഞാൻ ഇന്നലെയും വിളിച്ച് പറഞ്ഞാൽ ഇന്നൊരു 10-10:30 നമുക്കത് കൊടുന്നു തന്നു കേട്ടോ. ഒരു 10 മണിക്ക് ആകുമ്പോഴേക്കും ചിക്കനും ബീഫ് കൊടുന്നു. അപ്പോൾ ഞാൻ വേഗം ബീഫൊക്കെ കഴുകി വേവിക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാക്കാൻ എളുപ്പമാട്ടോ. അങ്ങനെ നമ്മളിതൊക്കെ വേവിച്ച് വെച്ചിട്ട് കഴുകി എല്ലാം സെറ്റ് ചെയ്ത് ഒരു പാത്രം ബീഫ് പുറത്തേക്ക് ചിക്കൻ വറുക്കാനുള്ളത്, പിന്നെ ചിക്കൻ ബിരിയാണിക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ. പിന്നെ വറുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പെരിഞ്ചീരകവും കുത്തിയ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും കുരുമുളകും കുറച്ച് തൈരും ഒക്കെ ഒഴിച്ച് ഇങ്ങനെ കുഴച്ച് തിരുമ്പി വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ചിക്കൻ വറക്കണേൻ്റെ ഒരുപാട് ഇങ്ങനെ മസാലയുള്ള മണം ഇഷ്ടമില്ല കേട്ടോ. ഗരം മസാലയുടെ മണമൊന്നും ഇഷ്ടമില്ലാത്തതിന് നമ്മൾ തന്നെ ഒരുപാട് ഗരം മസാലയുടെ കാര്യങ്ങളൊന്നും ചേർക്കണത് അതിൻ്റെ സ്മെല്ല് നമുക്ക് അത്ര ഇഷ്ടമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ചിക്കൻ വറക്കാൻ വേണ്ടിയിട്ട് ഒരു തരി ഉപ്പ് തരി കൂടി ഉപ്പിട്ടിട്ട് മസാല മാറ്റി വെച്ചു. ഇനി അടുത്ത് നമ്മൾ ബിരിയാണിക്ക് ഉള്ളത് കേട്ടോ. അതിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല, മഞ്ഞൾപ്പൊടി മുളകും പൊടി ഉപ്പും കുറച്ച് തൈരും കൂടിയിട്ട് അങ്ങനെ മസാല പറ്റി അത് നീക്കി വെച്ചു കേട്ടോ. ഇനി അതൊക്കെ മസാല പിടിക്കുന്ന നേരം കൊണ്ട് നമുക്ക് ബീഫിൻ്റെ പരിപാടിയോട് നോക്കാം കേട്ടോ. കുറച്ച് തൈര് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, പെട്ടെന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബീഫ് ഉണ്ടാക്കണതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളകും പൊടി, പിന്നെ കുരുമുളക് പൊടി ഇത് ഇട്ടത് കേട്ടോ. കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടാണ് തിരുമ്പി വയ്ക്കുക കേട്ടോ. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അല്ലാത്തപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാറുണ്ട് കേട്ടോ. നെയ്യില്ലാത്ത ബീഫാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. പക്ഷേ ഇന്ന് കിട്ടിയ ബീഫ് കുറേ നാൾക്ക് ശേഷം ഞങ്ങൾക്ക് നല്ല നെയ്യുള്ള ബീഫ് കിട്ടിയിട്ട്, ബീഫ് എപ്പോഴും നെയ്യ് ഉണ്ടെങ്കിൽ കറി വെച്ച ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ബീഫ് ഒരു കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അത് അവിടെ നിന്ന് വിസിലടിച്ചു. അത് ഒരു 3-4-5 വിസിൽ വന്നപ്പോൾ ഞാൻ ഓഫ് ചെയ്തു കിട്ടും. പിന്നെ പുറത്ത് നമ്മൾ മീൻ വറുക്കാനുള്ള പരിപാടി കേട്ടോ. ചെറിയ പാത്രത്തിൽ മീനും ഈ വലിയ പാത്രത്തിൽ ചിക്കൻ വറുക്കാനും കേട്ടോ. അപ്പോൾ രണ്ടും മീൻ വെളിച്ചെണ്ണയിലാണ്, ചിക്കൻ ഓയിലാണ് കേട്ടോ ഞാൻ വറുത്തെടുക്കുന്നത്. അതെ, മീൻ വറുത്തെടുക്കുകയാണ്. മീൻ വറുക്കുകയാണ്. മീൻ കുറച്ച് ഞാൻ ഇന്നലെ തലേദിവസം ഞാൻ മസാല പറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മീൻ വറുക്കുക ചിക്കനാണ് കേട്ടോ. നമുക്ക് ചിക്കൻ വറുത്തതാണ് ബിരിയാണി. ഇനി ഇത് വറുത്ത് കഴിഞ്ഞാൽ ഇതേ പാത്രത്തിൽ തന്നെ നമുക്ക് ബിരിയാണിക്കുള്ള ചിക്കനും വറുത്ത് പോകാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് അല്ലാതെ ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ പൊന്നുവിനെ ഏൽപ്പിച്ച് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലൊക്കെ വെന്തരി. പിന്നെ പൊന്നിനോട് പൊന്നു ഇതൊന്ന് നീ നോക്ക് അമ്മ അപ്പോഴേക്കും ഒരു ബീഫിലേക്ക് നാളികേരം കൊത്തിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്കും അതിനായിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് പുറംപണിയൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ചായ കുടിച്ചിട്ട് സബോള നന്നാക്കി അരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ ഇടയ്ക്കൊന്ന് മറിച്ച് കൊടുക്കുന്നുണ്ട്, മീൻ മറിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതൊക്കെ ഞാൻ പൊന്നിൻ്റെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഒരു പൂക്ക് പോയിട്ട് നമ്മൾ വേറെ ഒന്നല്ല നാളികേരം കൊത്ത് അരിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴേക്കും പൊന്നോടി നിന്നിട്ട് വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളി കേട്ടോ. അപ്പോൾ ഈ ബീഫിന് വെളുത്തുള്ളി ഇഞ്ചി ഞാൻ ചതച്ചിട്ടല്ല ചേർക്കണം, അരിഞ്ഞ് ചേർക്കുക കേട്ടോ. എന്താ വെച്ചാൽ അരിഞ്ഞ് ഈ ബീഫൊക്കെ ഉണ്ടാക്കുമ്പോൾ ചതച്ചിക്കണേക്കാൾ കൂടുതൽ ടേസ്റ്റ് അരിയണത്. എന്താ വെച്ചാൽ അപ്പോൾ നമ്മൾ ഈ ബീഫിൻ്റെ ഒപ്പം കഴിച്ച് പോകുമ്പോൾ അറിയില്ല, ഭയങ്കര ഒരു ടേസ്റ്റായിട്ട് വെളുത്തുള്ളിയുടെ ഇഞ്ചിയിലും. പ്രാവശ്യം ബീഫ് ഉണ്ടാക്കുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഒരുപാട് ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നാളും ചിക്കൻ കറിയുടെ റെസിപ്പി എടുത്തപ്പോൾ എത്ര കിലോ ചിക്കനാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ 2 കിലോ ചിക്കനാണ് കേട്ടോ അന്ന് ഉണ്ടാക്കിയത്. ഇന്നിപ്പോൾ 1.5 കിലോ ബീഫും 2.5 കിലോ ചിക്കനാണ് കേട്ടോ. അതിൻ്റെ കുറച്ച് വറക്കാനും വെച്ചു, കുറച്ച് കറി വയ്ക്കാനും വെച്ചു കേട്ടോ. അങ്ങനെ ഏകദേശം പൊന്നു നമ്മൾ ഇനി അടുത്തത് ബിരിയാണിക്കുള്ള ചിക്കൻ വറുക്കാൻ കിട്ടുന്നുണ്ട് കേട്ടോ. മറ്റ് ചിക്കൻ വറുക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാനും രണ്ടും അടുക്കളയിലേക്ക് വന്നിട്ട് അടുത്തത് ബീഫ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ ബീഫ് ഉണ്ടാക്കാൻ വേണ്ടി ഉരുളിയൊക്കെ അടുപ്പത്ത് വെച്ചു. ആ നേരം കൊണ്ട് ഞാൻ സബോള അരിയാൻ പോട്ടെ. അതിനായിട്ട് സബോളയൊക്കെ തൊലി കളഞ്ഞൊക്കെ തന്നുണ്ട്, ഇഞ്ചിയൊക്കെ തൊലി കളഞ്ഞു തന്നു. സബോള ഞാൻ പറഞ്ഞു ഞാൻ അരിഞ്ഞോളാമിട്ട് വന്നതാട്ടോ. നേരം വൈകേണ്ട വെച്ചിട്ട് ഞാനേട്ടന് കുറച്ച് നേരം പിടിക്കും, ഞാൻ പെട്ടെന്ന് അരിയിൽ കഴിയും. അങ്ങനെ എൻ്റെ ഒപ്പതേ കുറേ ഇഞ്ചി കേട്ടോ, കുറേ ഇഞ്ചി ഇങ്ങനെ കനം കുറഞ്ഞിട്ട് തന്നെ അരിഞ്ഞിരിക്കുന്നുണ്ട്. പിന്നെ ഒരു 2 തക്കാളി ഞാൻ ബീഫിലേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇഞ്ചി കുറേ ഉണ്ട്. ഇഞ്ചി ഇതുപോലെ അരിഞ്ഞ് സബോളയല്ല വെളുത്തുള്ളി വേണം, ഒരു പിടി വെളുത്തുള്ളി ഉണ്ട്. ഒരു പിടി അതിൽ പോരാ, കുറച്ച് കൂടുതലാണ്. ഇത് രണ്ടും ഞാൻ ഇന്ന് ബീഫിലേക്ക് എടുക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം കണ്ടോ. അത്യാവശ്യം നേരം വെളുത്തുള്ളി ഇഞ്ചിയും അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്, കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ നന്നായിട്ടൊന്ന് വാട്ടി മൊരിയിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായി ഇളക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ബിരിയാണിക്കുള്ള ചിക്കൻ ഞാൻ ബാക്കിയുള്ളത് ഞാൻ വറുത്ത് പോരുന്നുണ്ട് കേട്ടോ. പകുതി പൊന്നു വറുത്ത് വെച്ചു, പിന്നെ ഞാൻ വറുക്കാൻ പറഞ്ഞിട്ട് പൊന്നു കാർത്തൂൻ്റെ അടുത്തേക്ക് പോയി. ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി വന്നപ്പോഴേക്ക് ഭയങ്കര തലവേദന. അപ്പോൾ ഞാൻ തലവേദനയുടെ ഗുളിക കഴിച്ചു. അതാണ് ഇങ്ങനെ ഉറക്കം വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ അതായത് സബോളയൊക്കെ അരിഞ്ഞത് സബോള ഇട്ട് കൊടുത്തു. ബീഫ് വെന്തുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ബീഫൊക്കെ വിസിൽ കളഞ്ഞ് തുറന്നു കേട്ടോ. അപ്പോൾ ബീഫൊക്കെ വെന്തു. ബീഫ് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷമാണ് നല്ല നെയ്യുള്ള ബീഫ് കിട്ടിയിട്ട്. നല്ല നെയ്യ്
ബീഫൊക്കെ വേവിച്ച് വന്നപ്പോൾ ഇങ്ങനെ നെയ്യ് മുകളിൽ ഇങ്ങനെ പാട കെട്ടി കേട്ടോ. അങ്ങനെ നമ്മുടെ സബോളയൊക്കെ ഏകദേശം വറുത്ത് വരുന്നതോട് കൂടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതൊക്കെ മൊരിഞ്ഞ് വരുന്നതോട് കൂടിയിട്ട് നമ്മളൊരു വലിയ നാളികേരത്തിൻ്റെ ഒരു നാളികേരം എടുത്തിട്ട് നാളികേര കൊത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൊണ്ട് ഇട്ട് കൊടുക്കാട്ട് നമുക്കിതിലേക്ക് കണ്ട ഒരു മുറി നാളികേര കൊത്ത് ഇട്ട് കൊടുത്തു. നാളികേരം ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി. എനിക്ക് ഭയങ്കര ഇഷ്ടം, എനിക്ക് ബീഫ് കഴിക്കണേക്കാൾ ഇഷ്ടം ബീഫ് കറിയിൽ നാളികേര കൊത്ത് വയ്ക്കാനാണ്. അങ്ങനെ ബീഫിന് നാളികേര കൊത്തൊക്കെ ഇട്ട് കൊടുത്തു. അതിൻ്റെ ഇടയിൽ കുണുക്ക് വന്നിട്ട് പെരുന്നാളിന് പോകേണ്ടതെന്ന് വിളിച്ചിട്ട് കുട്ടിക്ക് ഉറക്കൂല ഒന്നുമില്ല, പെരുന്നാൾ തലയ്ക്ക് പിടിച്ചിട്ട് നടക്കണ്. അങ്ങനെ നമ്മുടെ ഏകദേശം നമ്മുടെ ഇതൊക്കെ മൂത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്കുള്ള പൊടികളും കാര്യങ്ങളും ഇടട്ടെ. പക്ഷേ പെട്ടെന്ന് ഞാൻ ക്യാമറ ഓഫായി പോയത് അറിഞ്ഞില്ല, ഇതിലേക്ക് പൊടി ഇട്ടത് കറക്റ്റ് കിട്ടിയില്ല കേട്ടോ. ഇതിൽ 3 ടീസ്പൂൺ വലിയ ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 2-3 ടീസ്പൂൺ കൊടുത്ത മുളകും പൊടിയും 1.5 ടീസ്പൂൺ കുരുമുളകും പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയാണ് കേട്ടോ. ഈ പൊടിയാണ് ഞാൻ ചേർത്തത്. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നതോട് കൂടിയിട്ട് നമുക്ക് 2.5 തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1.5 കിലോ ബീഫാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ഒരു മീഡിയം 3 സബോളയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വാടി വരും വേണ്ടിട്ട് എന്താ വെച്ചാൽ പിന്നെ ഇനി ബീഫിൻ്റെ ഒപ്പം കിടന്ന് അങ്ങോട്ട് വെന്തോളും. അങ്ങനെ ബീഫ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി സെറ്റ് ചെയ്ത് ഒരു തരി ഉപ്പ് കുറവ് വന്നപ്പോൾ ഒരു തരി കൂടി ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ മാറ്റി അപ്പുറത്തെ അടുപ്പത്തേക്ക് വെക്കാട്ടെ. എന്താ വെച്ചാൽ ഇപ്പുറത്തെ അടുപ്പത്ത് നമുക്ക് ചിക്കൻ വെക്കണം. അപ്പോൾ അടുപ്പത്തേക്ക് അത് മാറ്റി ഇപ്പുറത്തേക്ക് ചിക്കൻ വെച്ചു. അപ്പോൾ ചിക്കൻ വറുത്താനായിരിക്കും തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചിട്ടു. പിന്നെ സബോള ഒരു 2-3 സബോള കനം കുറഞ്ഞരിഞ്ഞതാട്ടോ. അപ്പോൾ അതൊക്കെ ഏകദേശം നന്നായി വാടണം കേട്ടോ. കണ്ടോ ഈ ഒരു രൂപമാണ് സബോള വാടിയിട്ട് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തണം കേട്ടോ. എന്താ വെച്ചാൽ ഇത് നമ്മൾ ചിക്കൻ വറുത്ത എണ്ണയിൽ വറുത്താനായിട്ട് ഈ ഒരു കളറ്. പിന്നെ ഇതിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ കൊടുത്തുള്ള തോന്നും മല്ലിപ്പൊടി, പിന്നെ 2 ടീസ്പൂൺ മുളകും പൊടി ഇട്ടാൽ അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ബിരിയാണിക്കുള്ള ചിക്കൻ കറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ചിക്കൻ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ടല്ലോ, മസാല മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ഗ്രേവിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നമ്മൾ. അങ്ങനെ അതൊക്കെ ഇട്ടു. പിന്നെ അത് വാടി വന്നപ്പോൾ നമ്മൾ തക്കാളി പിന്നെ നമ്മൾ തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തക്കാളി വാടൊരു 10 മിനിറ്റ് അവിടെ ഇടിച്ചു വന്നിട്ടപ്പോൾ ഞാൻ ഇപ്പുറത്തേക്ക് ബീഫ് വെച്ചിട്ട് എന്താ വെച്ചാൽ അപ്പുറത്തെ അടുപ്പിൻ്റെ കാല് പൊട്ടി. അപ്പോൾ എന്നിട്ട് അങ്ങനെ തന്നെ വെച്ചു. അപ്പോൾ ഈ ബീഫിന് പറഞ്ഞ് മനസ്സിലായി നമ്മുടെ ആ അടുപ്പിൻ്റെ കാലിൽ അത് ജസ്റ്റ് ഒന്ന് പൊട്ടി. അപ്പോൾ അടുപ്പിൽ നിന്ന് നമ്മൾ അത് ഉരുളി മാറ്റിയിട്ടുണ്ട്. അത് ശരിയാക്കിയിട്ടാണ് അത് വെച്ചത്. പിന്നെ നമ്മൾ ചിക്കനിലേക്ക് തൈരാട്ടോ, പുളി കുറഞ്ഞ് നല്ല കട്ടി തൈര് ഒഴിച്ച് കൊടുത്തു. ഇത് നന്നായിട്ട് ഇളക്കി സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു ബീഫിൽ എല്ലാം ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കറക്റ്റ് പാകണമെങ്കിൽ ഒന്നും വേണ്ടാന്ന് കുറച്ച് കുരുമുളക് കൂടി വെതറി നമ്മുടെ ബീഫ് അവസാനിച്ചു ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് നന്നായി മൂടി വയ്ക്കുക. ഒരടിപൊളി ബീഫായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ മസാലയൊക്കെ മൊരിഞ്ഞ് വന്നോട് കൂടിയിട്ട് നമ്മളെനിക്ക് മല്ലിയിലയും പുതിനയിലയും ഒക്കെ ചേർത്ത് കൊടുത്തു കേട്ടോ. ഓരോ പിടി മല്ലിയിലും പുതിനയിലും ചേർത്ത് കൊടുത്ത് ബിരിയാണിക്കുള്ളതല്ലേ, അപ്പം മല്ലിയിലും പുതിനയിലും കുറച്ച് കൂടുതൽ ഇട്ടാലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ അതിന് നമ്മളൊരു 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തു. പിന്നെ നമ്മൾ വറുത്ത് വെച്ച ചിക്കനും അതൊക്കെ ചേർത്ത് നന്നായി ഇളക്കി നമ്മളൊരു പകുതി വേവില വറുത്തെടുക്കുക കേട്ടോ. ഫുള്ളും വറുത്തെടുക്കില്ല, പകുതി വേവിലാണ് വറുത്തെടുക്കുക. ബാക്കി ഗ്രേവിയിൽ കിടന്നിട്ട് വേവണം കേട്ടോ, എന്നാലാണ് അത് സോഫ്റ്റ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര ബലമായിരിക്കും. പിന്നെ ഉപ്പ് ആ മസാലയ്ക്കുള്ള കുറച്ച് ഉപ്പൊക്കെ ചേർത്തു. പിന്നെ നമ്മളിതിൽ കുറച്ച് ചേർത്തത് ടൊമാറ്റോ കെച്ചപ്പ്. അത് ബിരിയാണിക്ക് നമ്മുടെ ഈ റൈസിന് കൂട്ടി കഴിയുമ്പോൾ നേരി മധുരമുള്ളത് രസം കേട്ടോ. 1 ടീസ്പൂൺ 1.5 ടീസ്പൂൺ കെച്ചപ്പ് ചേർത്തത്, അത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ വേണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ഏകദേശം കഴിഞ്ഞു തുടങ്ങി. പിന്നെ ഞാൻ കുഞ്ഞിനോട് കുറച്ച് മല്ലിയിലും പുതിനയിലൊക്കെ അരിഞ്ഞേരം പറഞ്ഞു, വേറെ ഒന്നുമല്ല കുറച്ച് ബിരിയാണി ഉണ്ടാക്കാം. പടോളൊക്കെ ഏകദേശം കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പൊന്നോന് ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ പൊന്നു മല്ലിയിലും പുതിനയിലൊക്കെ അരിഞ്ഞു തന്നു. അടുക്കള പിന്നെ അടുക്കള ക്ലീനിങ് ആയിട്ട് സത്യം പറഞ്ഞാൽ ഈ പണിയോടൊക്കെ കഴിഞ്ഞാൽ ഏറ്റവും വലിയ പണി എന്താണെന്ന് പറയും, അടുക്കള ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഭയങ്കര പണി. പൊന്നു ഒപ്പത്തിന് നിൽക്കണേരം എനിക്കത് വലിയ ബുദ്ധിമുട്ടായിട്ട് അറിഞ്ഞില്ല കേട്ടോ. പൊന്നു കുറേ നാളുടെ പുണ്യൊക്കെ ഉണ്ടായിരുന്നു, കുറച്ചാലൊന്നും ഇങ്ങനെ പൊന്നിനെ പണിയെടുക്കാൻ കിട്ടിയിരുന്നില്ല കേട്ടോ. എന്നിട്ട് കാർത്തൂൻ്റെ കാര്യം നോക്കണം. ഇപ്പോൾ പിന്നെ കാർത്തു എല്ലാവരും അടുത്ത് ഇരുന്ന് സെറ്റായ കാരണം പൊന്നിന് അടുക്കളയിൽ പണിയെടുക്കാൻ കിട്ടും കേട്ടോ. ഇടയ്ക്ക് കാർത്തു കരയുമ്പോൾ മാത്രം അങ്ങോട്ട് പോകണം. അപ്പോൾ എല്ലാവരും കുറേ കമ്പനി 2 പെൺകുട്ടികളും പണിയെടുക്കില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് കുറേ കമൻറ്റ് അവിടെ കണ്ടിട്ട്. അപ്പോൾ നമ്മുടെ സാഹചര്യം പോലെ എല്ലാ ഓരോ കാര്യങ്ങളും. അപ്പോൾ ഇപ്പം ഈ പൊന്നാണ് എല്ലാം പണ്ടത്തെ പോലെ തന്നെ. പണ്ടും എൻ്റെ അടുക്കളയിൽ ഹെൽപ്പറായിട്ട് നിൽക്കുക
പൊന്നുകേട്ടോ. കുഞ്ഞടിച്ചുടക്കുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊന്നുമാണ് നമ്മുടെ ഹെൽപ്പർ കാര്യങ്ങളായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ സലാഡാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. സലാഡിൽ ഉപ്പൊക്കെ ഉണ്ടാക്കി കറക്റ്റാണ്. കുറച്ച് വെള്ളമൊക്കെ വെച്ച് സെറ്റ് ചെയ്തു അത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് കുറേ വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ഈ ഫുഡ് ഉണ്ടാക്കുന്ന നേരത്തെ നമുക്ക് ഇതൊക്കെ അപ്പം ക്ലീൻ ആക്കാനും കാര്യങ്ങളൊക്കെ ചില നേരത്ത് പറ്റും, ചില നേരത്ത് പറ്റട്ടെ. അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് ശേഷമാണ് കേട്ടോ ക്ലീനിങ്ങിന് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ മല്ലിയില മേടിച്ചു കൊടുക്കുന്ന പേപ്പറും കാര്യങ്ങളും അതൊക്കെ വേസ്റ്റിലോട്ട് ഇടുക. പിന്നെ കത്തികളും കാര്യങ്ങളൊക്കെ കഴുകി അത് മാറ്റി വയ്ക്കട്ടെ. പിന്നെ ഈ വേസ്റ്റൊക്കെ എന്തെങ്കിലും പോയിട്ട് നമ്മളെ തൊട്ടിയിൽ അടഞ്ഞിട്ട് അതും ക്ലീൻ ആക്കണം. അങ്ങനെ നമ്മൾ പാതിമുറം ക്ലീൻ ആക്കുന്ന പരിപാടിയാണ് കേട്ടത്. ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ 80 പരിപാടി പാതിമുറം ക്ലീൻ ആക്കുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ നമ്മൾ ബിരിയാണിക്കുള്ള വെള്ളമാണ് കൊണ്ടുവച്ചത്. ബിരിയാണി ഇന്ന് നല്ല ഹെവി ആയിട്ടുള്ളൊരു ബിരിയാണി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തട്ടിക്കുട്ടി ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. എന്ന് വെച്ചാൽ ഇത്രയും ഐറ്റംസൊക്കെ ഉള്ള കാരണം ഈ ബിരിയാണി മതിയാവും എന്ന് വെച്ചിട്ട് ഞാൻ ഒരു കള്ളത്തരത്തിലാണ് ഉണ്ടാക്കി. സത്യം എനിക്ക് വയ്യായിരുന്നു, അതുമ്പോൾ കുറേ നേരം മെനക്കിടാൻ വയ്യ. പക്ഷെ അന്നേരം കുണുക്കനും കുണിക്കുകയും ഇവർക്കൊക്കെ ബിരിയാണിയോടാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ അങ്ങനെ ആവശ്യം പിന്നെ ഷെബി അവർക്കും ബിരിയാണിക്കാണ് ഇഷ്ടം കേട്ടോ. എന്താ വെച്ചാൽ പിന്നെ അവരുടെ അടുത്ത് പെരുന്നാളും കാര്യങ്ങളൊക്കെ അല്ല. അപ്പം നമ്മളോടേക്ക് വന്നതിന് ശേഷം അതൊരു കുറവ് വേണ്ട വെച്ചിട്ട് നമ്മൾ എല്ലാ തരം കറികളും ഫുഡും ബിരിയാണിയും ഒക്കെ ഉണ്ടാക്കിയിട്ട് എന്താ വെച്ചാൽ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഓരോരുത്തർക്കുള്ള ഫുഡും കാരണം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ആർക്കും ഒരു ഭക്ഷണഭേദമുണ്ട്, എല്ലാ മക്കൾക്കും ഇഷ്ടത്തിനല്ല കേട്ടാ. അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ എത്ര കഷ്ടപ്പാട് ഞങ്ങൾക്ക് തിന്നാൻ എത്രത്തോളം നമ്മൾ തിന്നും. നമ്മൾ തിന്നാൻ വേണ്ടിയിട്ടല്ല, അവർക്ക് അതിനായിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിനായിട്ട് ഇഷ്ടത്തിന് കഴിച്ചു. എന്താ പറയുക, ഫുഡ് നമ്മൾ ഉണ്ടാക്കണവർക്ക് അതിൻ്റെ ഒരു തൃപ്തി വരും. എന്താ വെച്ചാൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് എല്ലാവരും അത് കഴിക്കുക, മനസ്സറിഞ്ഞ് കഴിക്കുന്ന കാണുമ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെ ഇതിനിടയിൽ ഒരു ഫോൺ കോൾ വന്നു, അതുകൊണ്ടാണ് ഞാൻ ഫോൺ കട്ട് ചെയ്തിട്ട്. പിന്നെ നമ്മുടെ ബിരിയാണി ഉണ്ടാക്കാനാണ് അടുത്ത പരിപാടിക്കുള്ളതാണ് കേട്ടോ. അണ്ടിപ്പരിപ്പ് വറുത്ത് കോരുക, കുറച്ച് മുന്തിരിയും വറുത്ത് കോരി എടുക്കുന്നുണ്ട് കേട്ടോ, നെയ്യിൽ വറുത്ത് കോരി എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സബോള ഞാൻ പറഞ്ഞത് നമ്മുടെ എളുപ്പത്തിലുണ്ടാകുന്ന പരിപാടിയാണ് കേട്ടോ. എന്താ വെച്ചാൽ കുറേ നേരം അതുമ്പോൾ നിൽക്കാൻ വയ്യ, ഉപ്പിറ്റി വേദനയൊക്കെ വന്ന് ഒരു വശമായി തുടങ്ങി. പിന്നെ പറഞ്ഞു ഈ പിള്ളേർക്ക് എത്ര ചോറും ബീഫും ചിക്കനും വറുത്താലും അവർക്ക് ബിരിയാണിയോടെ കൂടുതൽ ഇഷ്ടം. അവർക്ക് പിന്നെ വാങ്ങണ ബിരിയാണിയേക്കാളും ഇഷ്ടമാണ് നമ്മുടെ വീട്ടിൽ. അവർ പറയും അമ്മ ഇങ്ങനെയും കാണിച്ച് കൂട്ടി ഉണ്ടാക്കി എന്നാലും മതി, അതാ ടേസ്റ്റ് എന്ന് പറയും. അങ്ങനെ പിന്നെ ചേച്ചു അവർക്ക് അതെല്ലാം ഇഷ്ടം. അവർ ആദ്യം തിന്നിട്ട് പിന്നെ അഞ്ഞാണേലാ കൂടുതൽ ഇഷ്ടം ചോറ് അല്ലേ, ചോറിൻ്റെ ആളല്ലേ, അങ്ങനെയാണ് ചോറ് ഇഷ്ടം. അപ്പം ഞാനും വിചാരിച്ചു അങ്ങനെ. പിന്നെ വേറൊരു കാര്യമായിട്ട് എനിക്ക് ഇനി നാളെ ഫുഡ് ഉണ്ടാക്കേണ്ടി വരികയൊക്കെ എല്ലാതും ഇരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് കൂടുതലെല്ലാം ഉണ്ടാക്കി വെച്ചു. 2 ദിവസത്തെ പെരുന്നാളിൽ ഒറ്റ നേരം കൊണ്ട് ഉണ്ടാക്കി വെച്ചു. അത് നമ്മളവിടെയൊക്കെ ഏകദേശം എല്ലാ വീട്ടുകാരും അങ്ങനെയൊക്കെ. ഇനി നാളെ ആരും പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ലെന്ന് വെച്ചാൽ ഇതിപ്പോൾ 4 മണി 5 മണിയോട് കൂടെ പെരുന്നാൾ കഴിയാട്ടോ. അപ്പോൾ പിന്നെ എല്ലാവർക്കും ക്ഷീണമാകുമ്പോൾ പിറ്റേ ദിവസം എല്ലാവരും ഒന്നും ഉണ്ടാക്കിയിട്ട് തലേ ദിവസമൊക്കെ സെറ്റ് ചെയ്യുള്ളൂ. അങ്ങനെ നമ്മൾ ചോറൊക്കെ പകുതി വേവിൽ ഒരു 75% വെന്തുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ചോറ് ഊറ്റിയെടുക്കുക, നെയ്യ് ഒഴിക്കുക, നെയ്യ് പിന്നെ അതിൽ ചെറുനാരങ്ങ പിടിച്ചതും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നെയ്യിൽ അത് ഒഴിക്കുക, പൈനാപ്പിൾ ഇടുക, അണ്ടിപ്പരിപ്പ്, മുന്തിരി, മല്ലിയില, പുതിനയില, സബോള ഇടുക. പിന്നെ പൈനാപ്പിൾ എസൻസ് ഞാൻ ചേർക്കാറുണ്ട്. പക്ഷേ ഇന്ന് എൻ്റെ പൈനാപ്പിൾ എസൻസിൻ്റെ കുപ്പി ഞങ്ങളുടെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിയിട്ട് അങ്ങനെ പൈനാപ്പിൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല മാതിരി ഈ ബിരിയാണിയുടെ ഒന്നിന് പൈനാപ്പിളിൻ്റെ എസൻസ് വേണം, അല്ലെങ്കിൽ പൈനാപ്പിൾ വേണം കേട്ടോ. അന്നാലാണ് ആ ബിരിയാണിയുടെ നല്ല യഥാർത്ഥ ഒരു സ്മെല്ല് വരും. അങ്ങനെ നമ്മുടെ ബിരിയാണി ലാസ്റ്റ് ആയപ്പോൾ നമ്മുടെ പൊന്നിനോട് ഞാൻ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെക്കാറുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ മത്തായി എന്നിട്ട് എൻ്റെ കൂട്ടുകാരുണ്ട്, അവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ അടുത്ത് വർത്താനം പറഞ്ഞ് ഞാൻ കുറച്ച് നേരം അവിടെ പോയിരുന്നിട്ട്, അപ്പോൾ സത്യം പറഞ്ഞാൽ റെസ്റ്റ് എടുത്തതായിട്ട് അവിടെ പോയിരുന്നിട്ട് പിറ്റൊക്കെ വേദനിച്ചില്ല. കുറച്ച് നേരം എവിടെയെങ്കിലും ഒന്ന് പോയിരിക്കട്ടെ പോയിരുന്നു. അപ്പോഴേക്കും ഏകദേശം നമ്മുടെ അടുക്കളൊക്കെ ഒന്നുകൂടി ഒന്ന് ക്ലീൻ ആക്കാണ്ടായിരുന്നു. അത് പൊന്നു ക്ലീനാക്കി സെറ്റ് ചെയ്തു. പിന്നെ ഞാൻ രണ്ടൊക്കെ കുളിച്ച് വന്നു കേട്ടോ. കുളിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഫുഡൊക്കെ ആയി കണ്ട കൂർക്കപ്പേരി, പൈനാപ്പിൾ, മീൻകറി, സലാഡ്, ബിരിയാണി, അച്ചാറുകൾ, ചിക്കൻ, ബീഫ്, പിന്നെ ചിക്കൻ വറുത്തത്, മീൻ വറുത്തത്, ചോറ്, അങ്ങനെ നമുക്കെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിള്ളേരോട് ഞാൻ കഴിക്കാൻ വരാണ്ട് വിളിക്കട്ടെ. അപ്പോൾ പിള്ളേർ കാർത്തൂനെ ഉറക്കാൻ വേണ്ടി പോയി കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാതും മേശയമൊക്കെ കൊണ്ടുവച്ചു. പിന്നെ അതിനായിട്ട് എല്ലാം മുറിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴുകി സെറ്റ് ചെയ്തു. നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ട് പിള്ളേരോട് വരാൻ പറ്റും. പക്ഷേ അതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ അതൊക്കെ നോക്കി എന്നിട്ട് ആസ്വദിക്കുന്നതാണ് കാണാനായിട്ട്. സത്യം പറഞ്ഞാൽ അത് കഴിക്കാനുള്ള ആവേശമല്ല. പോർക്കുളം പള്ളി പെരുന്നാൾ. അപ്പൊ അമ്മയുടെ കുറെ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട്. എന്തൊക്കെയാ നോക്കിയാൽ അമ്മ പറഞ്ഞോ, തുടങ്ങിക്കോ. ചിക്കൻ വറുത്തത്, ബീഫ് റോസ്റ്റ്, വറ്റമീൻ വറുത്തത്, നമ്മുടെ ചിക്കൻ ബിരിയാണിക്കായിട്ട് വെച്ച ചിക്കൻ കറി, നാരങ്ങച്ചാറ്, നത്തോലി അച്ചാറ്, മീനച്ചാറ്,
ചോറുണ്ട്, ബിരിയാണി ഉണ്ട്, സലാഡ് ഉണ്ട്, മീൻകറി, പൈനാപ്പിള്, കൂർക്കുപ്പേരി ഉണ്ട്, പപ്പടം. അങ്ങനെ നമ്മുടെ പെരുന്നാളായിട്ടുള്ള നമ്മുടെ സ്പെഷ്യലൊക്കെ ഐറ്റംസുകളൊക്കെ മേശയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ വയ്യെങ്കിലും അമ്മ പറഞ്ഞു എന്തൊക്കെയല്ലേ? ബിരിയാണി, ചോറ്, മീൻ തൊട്ടത്, മീൻ വറുത്തത്, ഒന്നും വേണം ഓരോരുത്തർ പറയാം. മീൻ വറുത്തത്, ചിക്കൻ വറുത്തത്, ബീഫ്, ഇത് ചിക്കൻ കറി, ബിരിയാണി, ഇത് അച്ചാറ്, ഇത് ചെമ്മീൻ അച്ചാറ്, നത്തോലി അച്ചാറ്, സലാഡ്, അത് മീൻകറി, കൂക്കുപ്പേരി, പൈനാപ്പിൾ, പപ്പടം, വെള്ളം, വാഴ, എല്ലാരും ഹാപ്പിയാണോ ഇന്നത്തെ ഫുഡിന്റെ കാര്യത്തില്? ടേസ്റ്റ് ഒക്കെ ആക്കിട്ട് ടേസ്റ്റ് മാറ്റം തോന്നുന്നുണ്ട്. ആ കുന്ന് പാലിടാന്ന് ചെരിഞ്ഞിട്ട് കുന്ന് ബീഫ് കഴിഞ്ഞിട്ട് നല്ല ബീഫാണ് കിട്ടിയത്. നല്ല നെയ്യുള്ള ബീഫാണ് നമുക്ക് കിട്ടിയത്. ഉണ്ണി ഗണപതിയെ തര തര തന്ന. അപ്പൊ ആദ്യം തന്നെ ഇലയിൽ വെച്ചത് മീൻ വറുത്തത്, പിന്നെ ചിക്കൻ വറുത്തത്, ബീഫ്, അച്ചാറ്. അത് മതി. ഇത് പറഞ്ഞു കഴിഞ്ഞു. ഇത് ഇടുന്ന കാര്യം പറയണത് ബീഫ് തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് കീടണം കാച്ചി കിടക്കാച്ചി ആ വിളമ്പണ ആൾക്കെന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്. അതെ, വെള്ളം ഇലയിലായി കഴിഞ്ഞാൽ കഴുകി ഇലയാന്ന് വിചാരിക്കേണ്ട, വെള്ളം ഉറ്റി വരുന്നതാണ്. ആ നീ അച്ഛനും അതന്നെയാ പറഞ്ഞ വാഴയുണ്ട് എന്ന്. 2 വാഴകൾ ഇവിടെ ഇരിക്കും. ഒരാളേത് കൈയിട്ട് വരണ നോക്കിയേ. കാത്തൂന്റെ പൈനാപ്പിൾ നക്കി നക്കി തിന്ന നക്കി ആ വേണ്ട. ഓക്കെ, ഓർക്ക നന്നാക്കാൻ പഠിപ്പിച്ചെന്നില്ലേ? പൈനാപ്പിള്, ഇത് 2 ഇരട്ട പെറ്റ പോലെയാണല്ലോ ഇന്ന് കോസ്റ്റ്യൂം. പപ്പടം. അന്നേട്ടന് ഏറ്റവും ഇഷ്ടമുള്ളത് ചോറാട്ടോ. നമ്മൾ അന്നേട്ടന് ആദ്യം ചോറ് സെയിം ആവാ. നീ മുന്നേ വെച്ചു എവിടെ വെള്ള അങ്ങനെ പറയണം. നാരങ്ങച്ചാറ് ഇതൊക്കെ കഴിക്കുമ്പോ ഒന്നും നാരങ്ങച്ചാറുണ്ടെങ്കിൽ അതിന്റെ തൊടി കിട്ടുള്ളൂ. അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ നാരങ്ങച്ചാറ്, പിന്നെ നമ്മുടെ നത്തോലി അച്ചാറ് കേട്ടോ. എത്ര ദിവസം കഴിഞ്ഞാലും ഒരു പ്രശ്നമില്ലാത്ത ദിവസം. ഒരു ചെറിയ മീനല്ല. ഓക്കെ, അച്ഛന്റെ ഇല ഒന്ന് അതായത് നോൺ വെജ് വെജ് എല്ലാം കൂടി ഒരു ഇലയാണ് കേട്ടോ. കാരണം വെജിറ്റേറിയനും ഉണ്ട്, ചിക്കൻ ഉണ്ട്, അല്ല നോണും ഉണ്ട്. ഇന്നലെ പോയി ചാവക്കാട് പോയി പെടക്കണ മീന് വാങ്ങിച്ചിട്ട് അവിടെ വെട്ടി നുറുക്കി കറിയാക്കിയതാണ് കേട്ടോ. അവിടുന്ന് വെട്ടി നുറുക്കിയതല്ലേ. ഒരു സൈഡിൽ നമുക്കൊരു ബിരിയാണി, കുറച്ച് ബിരിയാണി, പപ്പടം ഉടയ്ക്കാം. കൊടുക്കാൻ ബാക്കി ചിക്കൻ. ഇപ്പൊ വീണേനെ കുണുക്കാൻ പപ്പടം അതാടാ. പപ്പടം എന്തിനാ വിശന്നിട്ടാ? കരഞ്ഞിട്ട് തരാം. അപ്പൊ ഇതിപ്പോ കാണുമ്പോ എനിക്ക് തോന്നുന്നു ഈ തമിഴ്നാട്ടുകാരുടെ സദ്യ ഒരു ഇതുണ്ട്, വില കൊടുത്ത് കഴിക്കണേ നോൺ വെജ് ആയിട്ടുള്ള ഒരു ആ അതിന്റെ ഒരു ഭഗവേദമാണ് എനിക്ക് ഇപ്പൊ കാണുന്നത്. നല്ല വയറ് പൊരലുണ്ട് ഇപ്പൊ. എനിക്ക് ബിരിയാണി, ചോറും ബീഫും. അപ്പൊ ഇതാ ഇവിടെ കഴിപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പൊ ബിരിയാണി സലാഡ് മാത്രമേ ഉള്ളൂ, പിന്നെ കുറച്ച് ബീഫും.
ഞാൻ കഴിക്കാൻ തുടങ്ങുകയാണ്. എനിക്ക് ക്ഷമയില്ല. ഇവിടെ വല്ലതും തോന്നുന്നു. ഞാൻ വല്ലതും അടുത്ത അച്ഛൻ കഴിക്കുക. കുഞ്ഞെന്തിരിക്കാത്ത അപ്പൊ എനിക്കുള്ള പ്ലേറ്റിക്ക് ഞാൻ പൊണ്ടാട്ടി മനസ്സറിഞ്ഞു ചെല്ലാമേ ഉന്നത തേടി അല്ല അത് കുഴപ്പമില്ല. അമ്മയുടെ വീഡിയോയില് നല്ല നല്ല പാട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ നിറഞ്ഞിട്ടുണ്ട്. കുണിക്കേ ചാടി നിക്കടി, നീ ഇങ്ങനെ അഴിഞ്ഞു വെച്ചാലേ. സലാഡ് കുറച്ച് മതി, സലാഡ് വേണ്ട, കുറച്ച് മതി, കുറച്ച് 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 തേങ്ങ കൊത്തൊക്കെ ഇട്ടിട്ട് ആയിക്കോട്ടെ. അപ്പൊ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് ബാക്കിയുള്ള വിശേഷം കാര്യങ്ങളൊക്കെ ആണ് അല്ല അമ്മയുടെ ഫുഡ് കഴിഞ്ഞില്ല. അപ്പൊ നീ കഴിച്ചോ. ഞാൻ ആദ്യം കുറച്ച് ബിരിയാണി കഴിക്കാം. കുറച്ച് ബിരിയാണി, ചിക്കനും സലാഡും ചിക്കൻ വറുത്തതും നമ്മുടെ നാരങ്ങ അച്ചാറും ചമ്മന്തിണ്ടാക്കിയിട്ട് അടുത്തത് ചോറും പപ്പടം കേട്ടോ. പപ്പടം, നമ്മുടെ കൂർക്കപ്പേരി, ചിക്കൻ വറുത്തത്, മീൻ വറുത്തത്, കുറച്ച് ബീഫ്, അച്ചാർ. അടിപൊളി. പൈനാപ്പിളാ ഞാൻ ആദ്യം ബിരിയാണി തരി കഴിച്ചിരുന്നു. പക്ഷെ മീൻകറിയും കൂർക്കപ്പേരും ചിക്കൻ വറുത്തതും ഓരോരുത്തർ കൈ കൊണ്ട് വരുന്നു. ബിരിയാണി ഇഷ്ടയാ? മാമൻ്റെ മോൾക്ക് ബിരിയാണി ഇഷ്ടയാ? നമ്മളെ എന്ത് കഴിച്ചിട്ട് നമ്മൾ ആദ്യം ഇവിടെ ഗണപതി എങ്ങനെ പോയി? അടിപൊളി. വേറെ ടേസ്റ്റ് അല്ലേ? ഭയങ്കര ഒരു ഞാൻ കഴിക്കട്ടെ കേട്ടാ, ക്ഷമ പോയിട്ടാ. ഞങ്ങളുടെ പെരുന്നാളിൻ്റെ ഫുഡൊക്കെ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു. പെരുന്നാൾ അവിടെ തുടങ്ങുമ്പോഴേക്കും ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു. അതായത് നാളേക്ക് വരയ്ക്കുള്ള ഫുഡ് ഞാൻ ഉണ്ടാക്കി. അതാണ് അടക്കള അവധിയാണ്. ഏതൊന്നും ഞങ്ങൾക്ക് നാളേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടിയിട്ട് നമ്മൾ എനിക്കുമ്പോൾ നേരം വഴുകും. എന്താ വെച്ചാൽ ഇന്ന് കുടിക്കുക ശബ്ദം ഉണ്ടാക്കല്ലേ. ഇന്ന് പുലർച്ചെ ഒരു 4 മണി 5 മണി 4 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ വന്ന് കിടക്കുള്ളൂ പെരുന്നാൾ കഴിഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഇനി നാളെ നമ്മൾ നേരം വൈകി എണിച്ച് ചോറുണ്ട് അങ്ങനെ വീണ്ടും പള്ളിക്കുന്നത്തേക്ക് പോകണം. അങ്ങനെ നാളത്തോട് പക്ഷേ പെരുന്നാൾ എന്നിട്ട് കഴിയുമ്പോൾ ഒരു വിഷമം. അതിങ്ങനെ കാത്തിരിക്കുമ്പോൾ അതൊരു ഭയങ്കര ഈ നേരം വരെയാണ് പെരുന്നാളിന്റെ നമ്മള് കാത്തിരിപ്പിൻ്റെതുള്ളൂ. ഇനി മണിക്കൂറുകൾ എന്ന് പറഞ്ഞാൽ ദാന്ന് പറയുമ്പോഴേക്കും പെരുന്നാൾ കൊട്ട തുടങ്ങുന്ന ശബ്ദം തുടങ്ങി ഡാൻസ് തുടങ്ങി കഴിഞ്ഞു. കുടിക്കണവരാണെങ്കിൽ കുറച്ച് കൂടി കഴിഞ്ഞാൽ ഒന്ന് ഉറങ്ങിയിട്ട് തീർന്നു. അയ്യോ ഒരു കമന്റ് വന്നിട്ടുണ്ട്, അമ്മ അച്ഛനോട് കുടിക്കാൻ പറഞ്ഞില്ല, അത് കൂട്ടുകാരന്മാരുടെ കൂടെയും ഒറ്റയ്ക്ക് കുടിച്ചാലും അകത്തേക്ക് ചേരുന്ന സാധനം പൊട്ടയാണെന്നത് അമ്മ മനസ്സിലാവും. എൻ്റെ പൊന്നു മക്കളത് പറഞ്ഞു എന്നുള്ളൂ. ഈ മൈൻഡ് ഈ നിമിഷം വരെ കുടിച്ചിട്ട് എനിക്കറിയാം എൻ്റെ അനുവേട്ടം എന്താന്ന്. അപ്പം ഞാൻ ഒരിക്കലും ഞാൻ കഴിച്ചാകുമ്പോൾ ഞാൻ തടസ്സക്കാരിയല്ല. പക്ഷെ അതിനായിട്ട് കഴിക്കില്ല എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ കഴിച്ചു കഴിച്ചത്. എനിക്ക് ഇതിന് താല്പര്യമില്ലാത്ത വ്യക്തിയാണ്, അതറിയൂ. ഒട്ടും താല്പര്യമില്ല, അതാണ്. പിന്നെ ചില ഇപ്പൊ 100ലേക്ക് ഒരു 80% ഭാര്യയും ഭർത്താക്കന്മാർ കുടിക്കണവരാണ്. കാമുകന് പിന്നാളെ ഞാനൊരു വീഡിയോ കണ്ടു, കല്യാണ പെണ്ണും ചെക്കനും കെട്ട് കഴിഞ്ഞിട്ട് വന്നിട്ട് വണ്ടിയുടെ ഡിക്കിന്ന് ബോഡിക്ക് ഓപ്പണായിട്ട് കുടിക്കാതെ വീട്ടിലൊക്കെ അതൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ്. പക്ഷെ ഞാൻ അങ്ങനെ പോലും
കുടിക്കുന്ന ഒരു വ്യക്തി അല്ലാണ്ട് അറിഞ്ഞൊരു അതായത് ഒരു എന്താ പറയുക ബീറോ ബ്രാൻഡോ അതൊന്നും ഞാൻ കുടിക്കില്ല കേട്ടോ. വൈനാണ് പിന്നെ എനിക്കൊരു ഇഷ്ടം. അതും ഏത് വൈനാന്ന് തന്നെ നല്ല അറിയാം. ബേക്കറിയിൽ നിന്ന് മുന്തിരി ജ്യൂസ് എനിക്ക് ഇപ്പൊ ദൈവം സഹായിച്ച് എനിക്ക് ഇതിനോട് ഒന്നിനോടും താല്പര്യമില്ല. അല്ല ഞാനതാണ് അങ്ങനെയാണ്. അപ്പൊ എനിക്കറിയാം ഞാൻ എന്നോട് കുടിച്ചോ എന്ന് പറഞ്ഞാലും എനിക്കറിയാം അത് അതിനായിട്ട് കുടിക്കില്ല എന്ന് പറയാം. അതുകൊണ്ട് പക്ഷെ ഞാൻ കുടിക്കാനാകുമ്പോൾ അത് അവർക്കൊരു വിഷമല്ല. അത് കുടിക്കണോട് തല്ലുണ്ടാക്കണം. ഞാൻ കുടിച്ചോ പക്ഷെ എന്നോട് കുടിക്കില്ല എന്ന് പറയാം. എനിക്ക് ഞാൻ വെറുതെ പറയല്ല, എനിക്ക് ഒരു താല്പര്യവും ഇല്ലാത്ത ഒരു കാര്യമാണ്. എന്താ വെച്ചാൽ അങ്ങനെ അത് അതിനോട് അങ്ങനെ എന്താടി കുടിക്ക് ഉടുമ്പടി കട്ടുടുമ്പിട് പിന്നെ പൊന്നിക്ക് പുതിയ ബാഗ് ചെക്ക് ഉണ്ടേ. അത് ഓണത്തിന്റെ കേട്ടോ. ഓണത്തിന്റെ ശൈലേശ്വരി അടിക്കാൻ കൊടുത്തിട്ട് എനിക്ക് ഇപ്പഴാണ് നല്ല കിട്ടിയത്. ഭംഗിയുണ്ട്. ഓറഞ്ച് മഞ്ഞപ്പട്ട ഇത് സൂപ്പറായിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എന്നോട് കുടിച്ചു കൊടുത്താൽ എന്നോട് എത്ര കുടിച്ചു പറഞ്ഞാലും എനിക്കറിയാം എന്നേട്ട ഇങ്ങനെ കുടിക്കും എന്ത് ചെയ്യും എന്നൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് നമ്മളത് പറയണതും. എന്താ വെച്ചാൽ അതിരിക്കാണ് എന്നിട്ട് എത്തിരാറിയാം. പിന്നെ നിമിഷം വരെ കുടിച്ചൊക്കെ ചെയ്തു. ചായ കുടിച്ചു, വെള്ളം കുടിച്ചു, സെവനപ്പ് ഒരു വായ കൊടുക്കേണ്ട ഇത് കുടിച്ചു. അതും തണുപ്പാറിയിട്ട് തണുപ്പുള്ളത് അതും പറ്റില്ല. തണുപ്പ് ഇതാണ്. പിന്നെ രാവിലെ 2-3 വർഷം പെട്ട് കഴിച്ചു. ഇപ്പോൾ ഞാൻ 4-5 ചൂടുമ്പോൾ ഞാനെല്ലാം കൂടി ചോറും ഇത്ര ബിരിയാണിയും കഴിച്ചു. അപ്പോൾ അതിനായിട്ട് അങ്ങനെ കുടിക്കുന്ന ഒരാളൊന്നുമല്ല നിങ്ങൾ വിചാരിക്കണമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു എന്ന് വെച്ചിട്ടായാലും അതിനാണ് നമ്മൾ ഭാര്യമാരൊരിക്കലും അടിമത്തത്തിൽ ഭർത്താക്കന്മാരെ കാണരുത്. നമുക്ക് കെയറിങ് സ്നേഹം ഇതാണ് ഭർത്താവിന് വേണ്ടത്. അല്ലാണ്ട് അടിമകളെ എന്ത് ഭർത്താവിന് അങ്ങോട്ട് നോക്കാൻ പാടില്ല ഇങ്ങോട്ട് നോക്കാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല. അത് ഞാൻ എൻ്റെ ഏട്ടനെ സംബന്ധിച്ച് ഞാൻ എന്നെ നല്ലോണം കെയർ ചെയ്യുകയും ചെയ്യും. നല്ല അതായത് നമ്മൾ ബഹുമാനിക്കുക. ആ ബഹുമാനത്തിലെല്ലാം ഉണ്ട്. കെയറിങ് തന്നെയാണല്ലോ ഏട്ടനോട്. പ്രത്യേകിച്ച് ഞാൻ പറയാം ഭർത്താവാണെങ്കിലും പോലും ചില സമയത്ത് എനിക്ക് പൊന്നു കുഞ്ഞൻ കുണുക്കൻ കുണിക്കി കാത്തു ഷെബി അനുവേട്ടൻ ഇവരൊക്കെ എനിക്ക് മക്കളായിട്ട് തോന്നാറുണ്ട് കേട്ടോ. അതിൽ അനുവേട്ടന് ഞാൻ മോൻ്റെ അധികം കാണാറുണ്ട്. ചില സമയങ്ങളിൽ വെച്ചാൽ മേക്കപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ എൻ്റെതൊക്കെ ഭക്ഷണം അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ സ്പെഷ്യൽ എനിക്ക് എൻ്റെ ഒരു മൂത്ത മോൻ്റെ എന്തെങ്കിലും സ്വന്തമുണ്ട്. ഞാൻ സംബന്ധിച്ച് എനിക്കിങ്ങനെ ഇങ്ങനെ ഊട്ടാനും ഉറക്കാനും എല്ലാറ്റിനും അത് ഇതായി നിൽക്കുമ്പോൾ എനിക്ക് ഉണ്ണിക്ക് അമ്മയുടെ സ്ഥാനം തരാനും തോന്നുന്നുണ്ട്. പ്രായം കൊണ്ടല്ല അതാണ് അമ്മ എന്ന് പറഞ്ഞ ആ സ്ഥാനം എനിക്ക് തരാൻ തോന്നുന്നു. അത് ഞങ്ങള് അതൊന്ന് ഞാനും എന്തായാലും ഇപ്പം എനിക്ക് എന്നെ സംബന്ധിച്ച് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് പക്ഷെ കല്യാണം കഴിഞ്ഞ സമയത്ത് എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ സ്ഥലത്തും മാത്രമല്ല എനിക്ക് എൻ്റെ ഒരു അച്ഛൻ്റെ കെയറിങ് കൂടിയിട്ടാണ് അപ്പം കിട്ടിയത്. എനിക്ക് എൻ്റെ ശരിക്കും എൻ്റെ അച്ഛൻ ചെയ്യുന്ന ഒരേ കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് അനുവേട്ടനിൽ നിന്ന് കിട്ടിയത്. നിസ്സാരമാവും നിങ്ങൾ പറയുമ്പോൾ ഒപ്പം ഇതിനാണോ നോക്കി. പക്ഷെ ആരും ഇപ്പം ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ പോകുമ്പോൾ ട്രിപ്പൊന്നുമില്ല. നമ്മൾ ഇങ്ങനെ യാത്ര കാറിൽ പോകുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് കൂടുതലാതെ തന്നെ പോവാറ്. ഇവിടെ നിന്ന് എൻ്റെ വീട്ടിലേക്ക് ഒരാഴ്ച നിൽക്കുമ്പോൾ നമ്മുടെ കോമള അന്നും ഉണ്ട് കേട്ടോ. നമ്മുടെ ബസ് സ്റ്റാൻഡിലെ കോമള ബേക്കറിയിൽ നിർത്തിയിട്ട് അതിനായിട്ട് എൻ്റെ വീട്ടിലേക്കുള്ള ബേക്കറി സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ട്. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ ഒരുപാട് ബേക്കറി ഐറ്റംസ് മേടിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഒരുപാട് ഞങ്ങൾക്ക് ബേക്കറിക്ക് അങ്ങനെ പലഹാരങ്ങൾ ഒരുപാട് മേടിച്ചുകൊണ്ട് ഡെയിലി മേടിച്ചുകൊണ്ട് ജോലി കഴിഞ്ഞ് വരുമ്പോട്ടാണ്. അതൊന്ന് ഞങ്ങൾക്ക് അച്ഛൻ മരിച്ചതിന് ശേഷം പിന്നെ അച്ഛൻ്റെ ജോലി പോയതിന് ശേഷം അച്ഛൻ മരിച്ചതിന് ശേഷം നമുക്കത് ഭയങ്കരമായിട്ട് അതില്ലാത്തതിൻ്റെ ഒരു വിഷമമല്ല. പക്ഷെ നമ്മൾ സ്ഥിരം നമ്മുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമല്ലേ. പിന്നെ അവിടെ നിന്ന് അനുവേട്ടൻ്റെ കല്യാണം കഴിച്ചതിന് ശേഷം എൻ്റെ വീട്ടിൽ ആ ഒരു കാര്യങ്ങൾ ചെയ്തത് തന്നെയാണ് പറഞ്ഞിട്ടൊന്നുമല്ല കേട്ടോ. പക്ഷെ അനുവേട്ടൻ അങ്ങനെയാണ്. എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ കൈ നിറയെ പലഹാരവും ഐസ്ക്രീമും മിഠായും പലഹാരങ്ങളും അതൊക്കെ കൊണ്ടുവന്നിട്ട് എപ്പോഴും പോവാം കേട്ടോ. അവിടെ പോയാലും എനിക്കിപ്പോൾ അച്ഛല്ല അപ്പോൾ അതിനായിട്ട് കാശ് തരും. അമ്മയ്ക്ക് കാശ് കൊടുക്ക് മീനിറച്ചി എന്താ വെച്ചാൽ മീനിറച്ചി ഞങ്ങൾക്ക് കൂട്ടാൻ വേണ്ടിയിട്ടല്ല. എന്തായാലും അതിനായിട്ട് അവിടെ ചെല്ലുമ്പോൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ വെക്കുമെന്ന് അറിയാം. അപ്പോൾ അത് ഞാൻ അമ്മയ്ക്കിനെ ബുദ്ധിമുട്ടിയിട്ടോ മറ്റുള്ളവർ ബുദ്ധിമുട്ടിച്ചിട്ടോ വേണ്ട വെച്ചിട്ട് അനുവേട്ടൻ തന്നെയാണ് എൻ്റെ അമ്മയുടെ കാശ് എടുത്ത് കൊടുക്കുക. അല്ലെങ്കിൽ അനുവേട്ടൻ പോയിട്ട് ഞങ്ങൾ പോയിട്ടാണ് മേടിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ ബേക്കറിയിൽ സാധനം മേടിക്കാൻ നിൽക്കുമ്പോൾ
ഒരു ലോഡ് മിഠായിയൊക്കെ മേടിച്ചിങ്ങനെ ഐസ്ക്രീമൊക്കെ മേടിച്ചിങ്ങനെ മടിയിൽ വെച്ച് കൊടുത്തിരുന്നു കുട്ടികൾക്ക് കൊടുക്കണ പോലെ. അതേപോലെ കല്യാണം കഴിഞ്ഞപ്പോൾ സമയത്ത് തന്നെ പുറത്തേക്കൊക്കെ പോട്ടാ. പുറത്തേക്ക് പോയിട്ട് ഒരു 7 മണി 8 മണി ഒരു 6:30 ആകുമ്പോൾ പോകും. 6 ആകുമ്പോൾ പോയിട്ട് 2.5 മണിക്കൂർ കഴിഞ്ഞ് വരും. അപ്പോഴേക്കും എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ്, അതായത് എൻ്റെ വീട്ടിൽ രാത്രിയും രാവിലത്തെ ഒരു പണി കഴിയാന്ന് പറഞ്ഞാൽ 12 ആവും. രാവിലെ തൊട്ട് ഒരു ഉച്ചയ്ക്കുള്ള പണി. ഉച്ച കഴിഞ്ഞാൽ 12 1 മണി 2 മണി വരെ പണി ഉണ്ടാവും. എന്തെന്ന് പറയുന്നത് ഒരു തന്നെയല്ലേ, ഒരു കൂട്ടപ്പൊരിച്ചിലും അല്ല കൂട്ടസംഘം എന്തെന്ന് പറയില്ല, അല്ല അതായത് പണികളൊക്കെ കഴിഞ്ഞ് വന്നാലും പണിക്കാർക്ക് ചോറ് കൊടുക്കണ്ടോ, അവർക്ക് ചോറ് കൊടുക്കണ്ട, ഇവർക്ക് നമുക്ക് അടുക്കളയിൽ നിന്ന് വേണം ഒരു 2-2 നമ്മൾ ഊണൊക്കെ കഴിച്ചൊന്ന് അടുക്കളയിൽ നിന്ന് നിൽക്കുമ്പോൾ പിന്നെ കല്യാണം സമയത്താണ് ഉറങ്ങിയതില്ല. പിന്നെ ഞാൻ കുറച്ച് നേരം 1 മണിക്കൂറൊക്കെ ഉറങ്ങുകൊണ്ടേക്ക് തലവേദനയും കാര്യങ്ങളൊക്കെ ഉള്ള അടുപ്പത്ത് നിന്നിട്ട് പണിയെടുക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ വയസ്സ് 15 നമ്മൾ അതും കൂടി നോക്കണമല്ലോ. അപ്പൊ അത് 4 മണി ഒന്നല്ല 3:30 3:30 എനിക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. ചായ വയ്ക്കുക, പണിക്കാർക്കുള്ള ചായ കൊടുക്കുക. ഇപ്പോഴത്തെ മാതിരില്ല, രാവിലെ വെച്ച ചോറ് ഇപ്പൊ എല്ലാവരും രാത്രി രാവിലെ ഒരു നേരം വെപ്പുള്ളൂ. അവിടെ അതൊന്നും നടക്കില്ല. രാവിലെ വെച്ച ഒരു ഫുഡ് രാത്രി കഴിക്കില്ല. അപ്പൊ രാവിലെ ഇപ്പൊ ഒരു കറി ഉണ്ടാവും, പച്ചക്കറിയുടെ കറി ഉണ്ടാവും, ഉപ്പേരി ഉണ്ടാവും, ചോറുണ്ടാവും, തൈരുണ്ടാവും, അച്ചാറുണ്ടാവും, ചമ്മന്തി ഉണ്ടാവും, പപ്പടം കഴിച്ചിട്ടുണ്ടാവും, മീൻ കറി ഉണ്ടാവും, മീൻ വറുത്തുണ്ടാവും. മീൻ കറി എന്ന് പറഞ്ഞാൽ 10 രൂപയ്ക്ക് മേടിച്ച് അത് വറക്കും ചെയ്യും, കറി വയ്ക്കൂട്ടാ. അപ്പം കിട്ടുന്നവർക്ക് കിട്ടും, ഇല്ലാത്തവർക്ക് ഇല്ലാത്ര തന്നെ കൂട്ടുകൊടുമല്ലേ. രാത്രിക്ക് ഇതൊന്നും പറ്റില്ല. രാത്രിക്ക് സെപ്പറേറ്റ് വീണ്ടും പച്ചക്കറിയുടെ ഒരു ഉപ്പേരി, മുതിരപ്പേരി വേണം എന്നും ഇട്ടാ. പച്ചക്കറിയുടെ ഒരു കറി വേണം, പപ്പടം കാച്ചി വേണം, ചമ്മന്തി, അങ്ങനെ രാത്രിക്ക് അത് വേറെ വെക്കണം. അപ്പോഴും നമ്മളൊരു 3:30 തുടങ്ങി പണി കഴിഞ്ഞാൽ 7-7:30 ആവും. നമ്മൾ അടുക്കളയിൽ നിന്ന് ഒന്ന് പണി കഴിഞ്ഞിട്ട് ഒന്ന് മേല് നനച്ച് വന്നിരിക്കും. പിന്നെ ചോറ് കൊണ്ടുവന്നാൽ പാത്രം കഴിയില്ല, അതൊരു അത്യാവശ്യം നേരത്തേക്കുള്ള പണി തന്നെയാണ്. അടുക്കള ക്ലീനിങ് 11 ആവും പണികളൊക്കെ തീരും. 15 വയസ്സാണ്, അതാണ് ഏറ്റവും വലിയ അത്ഭുതം. അപ്പം പക്ഷേ ഒരു 7:30 ആകുമ്പോൾ അതിനായിട്ട് ഒരു 5-6:30 ആകുമ്പോൾ അതിനായിട്ട് പുറത്തേക്ക് പോകും. എന്നിട്ട് 8 മണി ആകുമ്പോഴാണ് ഞാൻ എപ്പോഴും പറയും 8 മണി എൻ്റെ അപ്പുറം കിടക്കരുത്. എന്നിട്ട് പോകുമ്പോൾ എൻ്റെ പുറത്ത് നോക്കാം. വിജയൻ്റെ ബേക്കറിയിൽ പോയിരിക്കും, അതായിരുന്നു സമയത്ത്. പക്ഷെ വരും, ഞാൻ അപ്പം വന്നിട്ട് റൂമിലിടണം. അതിനായിട്ട് നാട്ടിലുള്ളപ്പോൾ ഞാൻ പണി കഴിഞ്ഞാൽ പിന്നെ വന്നിട്ട് റൂമിലെടുക്കാട്ടോ, അതിനായിട്ട് കാത്തിട്ട്. അല്ലെങ്കിൽ പണികളൊക്കെ ഞാനായിട്ട് ഗൾഫിലുള്ളപ്പോഴാണെങ്കിൽ പണികളൊക്കെ കഴിഞ്ഞാൽ ഹാളിൽ ഇരുന്നിട്ട് ഏട്ടൻ ഉണ്ടാവും, എഴുത്തി ഉണ്ടാവും, എല്ലാവരും കൂടി ഇരുന്നിട്ട് സീരിയൽ കാണും, അങ്ങനെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഭക്ഷണമൊക്കെ അങ്ങനെ ചെയ്യുന്നു. അതിനായിട്ട് നാട്ടിലുള്ളപ്പോൾ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് മേലെ ഞാൻ റൂമിൽ നിന്നിരിക്കും. അതിനായിട്ട് എന്നെ കാത്തിട്ട് അങ്ങനെ കിടക്കുമ്പോൾ ഒരാൾ വരും. ഒരാൾ അതിന് ഇങ്ങനെ ഷർട്ട് വെക്കുമ്പോൾ നിറച്ച് ഡയറി മഞ്ജു ഡയറി ഇങ്ങനെ മുണ്ടിൻ്റെ ഇടയിൽ ഇങ്ങനെ വെച്ചിട്ട് കൊണ്ടും. അപ്പോൾ വിചാരിക്കും അവിടേക്കാർക്ക് കൊടുക്കാണ്ട് അങ്ങനെയൊന്നും അല്ല കേട്ടോ, അങ്ങനെ കൊണ്ടും നമ്മൾ കൊടുക്കണവർക്കൊക്കെ കൊടുക്കും. കൊടുത്തിട്ട് തന്നെ തിരിച്ചു കള്ളക്കടത്തൊന്നും അല്ല, അച്ഛനോട് പേടിച്ചാൽ അത് അല്ല. അത് കൈ പിടിച്ചിട്ട് വരുമ്പോ അച്ഛൻ അവിടെ സിറ്റ് ഔട്ടിലിരിക്കുമ്പോ എന്തൊട്ടത് കൊണ്ടുവരണെന്ന് വിചാരിക്കില്ലേ. അച്ഛന് പിന്നെ എന്തെങ്കിലും മേടിച്ചു കൊണ്ടുവരാച്ചെങ്കിൽ അങ്ങനെ അന്ന് മേടിച്ചു കൊടുത്തിരുന്നില്ല. പിന്നെ ഒരു തവണയായിട്ട് മസാല ദോശ മേടിച്ചു കൊടുക്കുന്നത്, അത് അന്നോട്ട് മസാല ദോശയുടെ പുതിയ പറ്റി അതൊരു വലിയ കഥയാട്ടോ. മസാല ദോശ വലിയൊരു കഥയായിരുന്നു. അതോട് മസാല ദോശ അത് ഗർഭിണിയെ പൊന്നില് ഗർഭിണിയെ പിന്നെ ഒരൊറ്റ ആഗ്രഹം പറഞ്ഞു ഇലയിൽ പൊഞ്ഞ മസാല ദോശ കഴിക്കണം എന്നിട്ടാ. അത് നടന്നില്ല. അതിന് ശേഷം 3 ഞാൻ പ്രസവിച്ചു. 3 പ്രസവത്തിലും അത് സാധിച്ചു തന്നിട്ടില്ല കേട്ടോ. ആ ഒരു പെൻഡിങ് ഇവിടെ കെടുപ്പാണ്. അതിങ്ങനെ അടുത്ത ജന്മാവും. എന്നാലും ഇത് മരിക്കണവരെ കേൾക്കേണ്ട ഒരു പരാതി തെറ്റ് പറ്റുപോയി. അപ്പൊ അങ്ങനെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ. അങ്ങനെ ജസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ ഏത് വഴികളിലൂടെയൊക്കെയോ സഞ്ചരിച്ചാലോ വന്നു. അങ്ങനെ ഇപ്പം ഇന്ന് ഞങ്ങളുടെ പെരുന്നാളാണ്. അപ്പോൾ ഞങ്ങൾ ബാക്കി വീഡിയോ ഒക്കെ നാളെ കാണട്ടെ. ഞങ്ങൾ പെരുന്നാളിന് പോകണത് ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടാണ് എനിക്ക് പെരുന്നാളിന് പോകാം. പെരുന്നാളിന് പോകണ്ട നമ്മള് അമ്മ ഓടിയിട്ട് 30 ആന കാണിച്ചാലടി അഡ്ജസ്റ്റ് ചെയ്ത് കാണണമെന്നല്ലോ. ചിലരിപ്പോ കുറവാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടുവരും. ഒരിടത്തിന് തന്നെ ഡബിളായിട്ട് കണ്ടുവരും കേട്ടാ. ഒരിടത്തിന് തന്നെ ഡബിളായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പള്ളിയിൽ വെളിച്ചെണ്ണ കൊടുക്കണം, മെഴുതിരി കൊടുക്കണം. വണ്ടിയിലല്ല പള്ളിയിലെ തന്നെ പറഞ്ഞു. പക്ഷെ ജസ്റ്റ് വണ്ടിയിൽ കേട്ടോ. എന്റെ മൂക്കടഞ്ഞ പോവാ. ബൈ.